നമുക്കിന്നൊരു പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും പല രീതിയിലുള്ള പാലപ്പം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അധികം പുളിപ്പില്ലാത്ത എന്നാലൊരു സുന്ദരിയപ്പം പോലെ ഇരിക്കുന്ന എന്നാൽ സുന്ദരിയപ്പം അല്ലാത്ത ഒരു പാലപ്പമാണ്. ഇത് സാധാരണ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം ഉണ്ടാക്കാവുന്ന വളരെയധികം ഈസിയായിട്ടുണ്ടാക്കാവുന്ന ഒരു പാലപ്പമാണ്. സാധാരണ പാലപ്പത്തേക്കാൾ വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ഒരു പാലപ്പമാണിത്. ഇതിന് നല്ല മയവും നല്ല വെളുത്ത കളറും ഒട്ടും പുളിപ്പില്ലാത്തതുമായ ഒരു പാലപ്പമാണ്. ഇത് അധികം പുളിപ്പില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. സാധാരണ പാലപ്പത്തിനൊക്കെ ഇച്ചിരി പുളിപ്പ് കൂടി അതിന് മയമില്ല, അത് എഴുന്നു വരുന്നില്ല എന്നൊക്കെ എല്ലാവരും പരാതി പറയാറുണ്ട്. നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ട് ഇതുപോലെ ഈസിയായിട്ട് പാലപ്പം ഉണ്ടാക്കാൻ നോക്കുമല്ലോ. ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് പാലപ്പം ചൂടാൻ വേണ്ടിയാണ്. അപ്പോൾ പുറത്തെല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുകയാണ്. രാത്രി പള്ളിയിൽ പോകണമെന്നുമുണ്ട്. അപ്പോൾ ഇത് പാലപ്പം ചൂടാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാണ്. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഒരു 6 മണിയായപ്പം ഇട്ടതാണ്. 1.5 കപ്പ് പച്ചരി ഉണ്ട്. പിന്നെ അത് നല്ലപോലെ കഴുകി വാരി നമ്മൾ 1.5 കപ്പ് പച്ചരി എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് ഒരു 1/2 കപ്പ് ചോറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ആവശ്യത്തിന് മുങ്ങി നിൽക്കാവുന്ന പോലെ നമ്മൾ വെള്ളം ഒഴിച്ചു. കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തു. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കുതിരാൻ വെച്ചു. ഇപ്പം 3 മണിക്കൂറായി. ഇപ്പോൾ ഒരുമാതിരി കുതിർന്നിട്ടുണ്ട്. ഇത് ഇനി ഞാൻ മിക്സിയിലിട്ട് ആട്ടാൻ പോവുകയാണ്. ആട്ടിയിട്ട് ഇത് ഞാൻ പുളിക്കാൻ വെക്കും. എന്നിട്ട് നാളെ രാവിലെ നമുക്ക് അപ്പം ചൂടാം. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് കോരിയിടാം. ഇതിപ്പോൾ ഒന്നിച്ച് ആട്ടാൻ പറ്റിയല്ല. ഇത് 2 പ്രാവശ്യം ആയിട്ട് നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ 2 3 പ്രാവശ്യമായിട്ട് ആട്ടിയാൽ മതി. ഞാനിതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ആട്ടാമെന്നാണ് കരുതുന്നത്. നമുക്ക് അരി ആട്ടിയത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്കിടാം. രണ്ടാമത് ആട്ടിയത് അതിനകത്തേക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് മൂടി വെക്കാം. ആവശ്യത്തിന് വെള്ളം ഉണ്ട്. അധികം ലൂസും ആയി പോകരുത്, അധികം കുറുകിയും പോകരുത്. ഈ ഒരു പാകത്തിന് ഇരിക്കണം. നമ്മൾ അപ്പത്തിന് മയം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടിയും അതിനകത്ത് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് നമ്മൾ സ്റ്റൗ ഓണാക്കി തീയെ വെച്ച് നമ്മളത് ഇളക്കിക്കൊണ്ടിരുന്ന് ഇത് തിളച്ച് ഈ വെള്ളം പറ്റി കുറുകി വരും. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ തണുപ്പിക്കണം. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചാൽ മതി. പെട്ടെന്ന് തണുത്ത് കിട്ടും. എന്നിട്ട് അരി കലക്കി വെച്ചതിൻ്റെ കൂടെ നമ്മൾ ഇതും കൂടി ചേർക്കണം. അപ്പോൾ നല്ല മയം കിട്ടും.
ലോ ഫ്ലെയിമിലാണ് ഇത് കുറുക്കേണ്ടത്. കുറുക്ക് കൂടിപ്പോകരുത്. ഒരു സ്പൂൺ പൊടിയൊക്കെ എടുത്താൽ മതി. 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഒരു 250 ഗ്രാം കാണും. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ വേവിക്കുമ്പം കട്ട പിടിക്കരുത്. വെള്ളത്തിൽ നല്ലപോലെ പൊടി ലയിപ്പിച്ചെടുക്കണം. കട്ട കൂടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പെട്ടെന്ന് തണുപ്പിക്കും. എന്നിട്ട് മാവിൻ്റെ കൂടെ ചേർക്കും. നമ്മൾ സോക്ക് ചെയ്ത് തണുക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചെടുത്തു. നല്ലപോലെ തണുത്തു, അതിൻ്റെ ചൂടെല്ലാം പോയി. അപ്പോൾ ഇനി നമ്മളത് കട്ടയായിട്ട് ഇരിക്കുന്നത് നമ്മൾ ലയിപ്പിക്കാൻ വേണ്ടി അതിനകത്ത് മാവ് അരച്ച് വെച്ചേക്കുന്ന കൂട്ടി ചേർക്കുകയാണ്. ചേർത്ത് നമുക്കത് കട്ടയില്ലാതെ ഉടച്ച് മയത്തിൽ ആക്കിയെടുക്കാം. എന്നിട്ട് ഇത് മാവിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി. നല്ലപോലെ മയത്തിലാക്കി എടുക്കണം ഉടച്ച്. നമ്മുടെ കരൾ വെന്തുകൊണ്ടിരിക്കുകയാണ്. 2 വിസിലായി. ഇനി നമുക്കത് നിർത്തിയിടാം. ഇപ്പം അതിൻ്റെ കട്ടയെല്ലാം പൊട്ടി നല്ലപോലെ ലയിപ്പിച്ചു. മാവുമായിട്ട് നല്ലപോലെ ലയിപ്പിച്ചു. പിന്നെ ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് ചേർക്കാം. നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 2-3 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പുളിക്കും. അത് പെട്ടെന്ന് പുളിക്കാനായിട്ട് ഞാൻ വെള്ളം ഇച്ചിരി ചൂടാക്കിയിട്ടുണ്ട്. തിളക്കണ്ട, ചൂടുമായി കഴിഞ്ഞിട്ടുള്ള ഒരു പരുവം. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് കയറ്റി വെക്കുകയാണ്. കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ചാണ്. അതിൻ്റെ മുകളിൽ നമ്മളിത് കയറ്റി വെച്ചു. ഇത് ഇനി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. അപ്പം നമുക്ക് എടുത്ത് അപ്പം ചൂടാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ ചുട്ടെടുത്താൽ മതി. മൂന്ന് മണിക്കൂർ കഴിഞ്ഞു. കുറച്ച് പുളിച്ചിട്ടുണ്ട്, കുറച്ച് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പം ചൂടാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പം ചൂടാം. പുളിച്ചിട്ടുണ്ട്. പാലപ്പമായിട്ട് നമുക്ക് ചൂടാം, പിന്നെ ഇത് അപ്പമായിട്ട് ചൂടാം. ഓരോരുത്തർക്കും ഓരോരുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പ് വേണേലും ചുട്ടെടുക്കാവുന്നതാണ്. അടുത്ത വീഡിയോ നമ്മൾ മട്ടൻ സ്റ്റൂ ആണ് ചെയ്യുന്നത്. അത് ഈ അപ്പം കൂട്ടി കഴിക്കാവുന്നതാണ്.
നല്ല ഭംഗിയുള്ള പാലപ്പവും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഇത് മട്ടർ സ്റ്റൂവിനും കൂടിയോ ബീഫിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം.